കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂൾ, റെസിഡൻഷ്യൽ കോളേജുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല എന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, ജില്ലയിൽ ശക്തമായ മഴ ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അനന്തു, ഇന്നലെ രാത്രി അതിശക്തമായ മഴയായിരുന്നെങ്കിൽ രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്ന് വേണം നമുക്ക് പറയാൻ. ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നലെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയാണ് മേപ്പാടി പ്രദേശങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ ഉണ്ടായത്. ഇതേ തുടർന്ന് ഇന്നലെ പുത്തുമല LP സ്കൂൾ, അതേപോലെ മീനാക്ഷി LP സ്കൂൾ, ചുള്ളിക്ക ഗവൺമെന്റ് LP സ്കൂൾ അടക്കമുള്ള സ്കൂളുകൾക്ക് ഇന്നലെയും ആ പ്രദേശങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് ഇന്ന് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലക്കടിയിൽ മാത്രം 107 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഒപ്പം കുഞ്ഞോൻ, തൊണ്ടർനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 119 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിശക്തമായ മഴ തന്നെയാണ് ഇന്നും ഉണ്ടാകാനാണ് സാധ്യത എന്നാണ്. എന്തായാലും ജാഗ്രത നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുഴകളിലും തോടുകളിലും ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വയനാട് നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ 2 ആണ്ട് തികയുന്ന ദിനം കൂടിയാണ് ഇന്ന്. എന്തായാലും അതിശക്തമായ മഴയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഉള്ളത്. അനന്തു, ശരി, വ്യക്തമാണ്. വയനാട് ജില്ലയിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുൺ വിൻസെന്റാണ് വിശദാംശങ്ങൾ നൽകിയത്.